നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ വർക്ക് ഇന്ന് നടക്കുന്നത് വാഴക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തൃശ്ശൂർ വാഴക്കോട്. നമ്മളിവിടെ ഒരു ഫ്രൂട്ട് പ്ലാന്റിങ് വർക്കാണ് ചെയ്യുന്നത്. കൂടെ കുറച്ച് അടയ്ക്കയും നടുന്നുണ്ട്. മെയിനായിട്ടും നമ്മളിവിടെ നടാൻ പോകുന്നത് മാംഗോസ്റ്റിൻ പ്ലാന്റ് ആണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ലാൻഡെല്ലാം ക്ലിയർ ചെയ്തു. കുറേ പഴയ മരങ്ങളുണ്ടായിരുന്നു, അതൊക്കെ നീക്കി. എന്നിട്ട് ഒരു ഏരിയയിൽ JCB കയറുന്ന സ്ഥലമുണ്ട്. അവിടെ നമ്മൾ JCB വെച്ച് തന്നെ കുഴികളെടുത്തു. ഒരു 3 അടിയോളം വലിപ്പമുള്ള വലിയ കുഴികൾ തന്നെയാണ് എടുത്തത്. പിന്നെ വേറൊരു ഏരിയ ഉണ്ട്, ഓൾറെഡി അടയ്ക്കയൊക്കെ നിൽക്കണ ജാതിയൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ മാനുവലായിട്ട് നമ്മുടെ പണിക്കാരെ കൊണ്ട് തന്നെ കുഴികളെടുപ്പിച്ചു. ഇതും വലിയ കുഴികൾ തന്നെയാണ് എടുത്തത്. 3 അടിയോളം വലിപ്പമുള്ള കുഴികളാണ് എടുത്തത്. നമ്മുടെ ആ രണ്ടാമത്തെ ദിവസം പണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. നല്ല മഴയത്താണ് നമ്മുടെ പണിക്കാർ നല്ല തകർപ്പനായിട്ട് നിന്ന് കുഴികളെടുത്തു. പിന്നെ ഒന്ന് മഴയൊക്കെ ഒതുങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ച് വർക്ക് സൈറ്റിലേക്ക് വന്നത്. കുമ്മായം നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. കുമ്മായം ഇട്ട പ്ലോട്ടിൽ നമ്മൾ ബാക്കി വളങ്ങൾ ചേർത്തു. വെർമി കമ്പോസ്റ്റാണ് മെയിനായിട്ടും വളമായിട്ട് കൊടുത്തത്. ഒരു 10-20 കിലോ വളം ഒരു ചെടിക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ അടിവളം നൽകി. എല്ലാ കുഴികളിലും വളങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അടയ്ക്കയ്ക്ക് നമ്മൾ വളങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടയ്ക്കയും ഇതിൻ്റെ കൂടെ നടുന്നുണ്ട്. ഏകദേശം 2 അടിയോളം വലിപ്പമുള്ള കുഴികളാണ് അടയ്ക്കും എടുത്തത്. മാംഗോസിന് കുറച്ചും കൂടെ വലിപ്പമുള്ള കുഴികളാണ് എടുത്തത്. പിന്നെ നമ്മൾ പ്ലാന്റിങ് വളങ്ങളെല്ലാം ഇട്ടതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തു. ഇത് ഓൾറെഡി എടുത്തൊരു കുഴിയാണ്. അത് പിന്നെ നമ്മൾ മണ്ണിട്ട് മൂടിയതാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്കാണ് നമ്മുടെ അടയ്ക്ക വയ്ക്കുന്നത്. അടയ്ക്ക ഏകദേശം 10-70ഓളം അടയ്ക്ക നമ്മൾ ഈ പ്ലോട്ടിൽ നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 16ഓളം മാംഗോസ്റ്റിൻ ചെടികളും ഈ പ്ലോട്ടിൽ നമ്മൾ പ്ലാന്റ് ചെയ്തു. വലിയ വലിപ്പമുള്ളൊരു 5-6 തട്ട് വരെ വലിപ്പമുള്ള മാംഗോസ്റ്റിൻ ചെടികളാണ് ഇവിടെ നമ്മളിപ്പോൾ നട്ടിരിക്കുന്നത്. അപ്പം പ്ലാന്റിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സ്റ്റേക്കിങ് ചെയ്തു. സ്ട്രോങ് ആയിട്ട് സ്റ്റേക്ക് ചെയ്യേണ്ട മസ്റ്റാണ്. നല്ല കാറ്റൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ചിലപ്പോൾ ചെടികൾ മറിഞ്ഞു വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഫ്രൂട്ട് പ്ലാന്റിങ് വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാം. ഞങ്ങളുടെ നമ്പർ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ നഴ്സറിയിൽ നമ്മൾ തന്നെ സെലക്ട് ചെയ്തെടുക്കുന്ന നല്ല തൈകൾ മാത്രമേ നമ്മൾ പ്ലാന്റേഷൻസിന് യൂസ് ചെയ്യുന്നുള്ളൂ.